കേൾക്കുമ്പോ എനിക്ക് വിഷമമായി പെട്ടെന്നത്. അതെന്താ? മോമിന്നോ ആ മോമി, അങ്ങനെയൊക്കെ. മോമി. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ആ ബ്ലൂന്റെ അമ്മച്ചി ഇല്ലയോ, അവരവസാനം ഇട്ടേക്കുന്നുണ്ടോ യു ക്യാൻ കോൾ മീ മോമിന്ന്. എന്നാ വേറൊരു കാര്യം പറയട്ടെ, നാളെ ഞാൻ പറയട്ടെ, എനിക്ക് പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത്രയും ഗതികെട്ട്. ആരാടോ ഈ പെരട്ടത്തള്ളയെ കല്യാണം കഴിക്കാൻ പോന്നേ? നമ്മുടെ അവിടെ നിന്നില്ലേ കാട്ടിപ്പള്ളി പപ്പ ഇന്നലെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോണ 19 വയസ്സുള്ള കൊച്ചിനെയാ. ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ലല്ലോടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്, ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അടുത്ത് പ്രായത്തെ പറ്റി പറയില്ലെന്ന്. എടാ നിനക്കൊരു 50 പുഷപ്പ് പഠിപ്പിച്ചടിക്കാൻ പറ്റൂടാ? എനിക്ക് പറ്റും. 50 100 പുഷപ്പ് പഠിക്കും ഞാൻ. എന്നാ ഇറങ്ങി പുഷപ്പ് പഠിച്ചേ. വണ്ടി ചേർത്തു. നീ ആദ്യം അടി, എന്നിട്ട് രണ്ടാമത് ഞാൻ അടിക്കാം. എനിക്ക് അടിക്കുന്ന എങ്ങനെ അറിഞ്ഞൂടാ. എണ്ണം തെറ്റല്ലേ? അടി. 1 2 3 4 5 6. എടാ ഇതൊക്കെ ജോണി എന്തുവാടാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കഴിവ് തെളിയിക്കടോ. ഹിറ്റ് നിങ്ങൾ തമ്മിലല്ലേ? എനിക്ക് നമ്പർ, ആ നമ്പർ ഞാൻ ഒതുങ്ങി. ഇത് ഇടയ്ക്ക് നിക്കുന്ന എന്തുവാടോ? അണക്കാൻ അല്ലാതെ എന്തിനേ മോനെ? എനിക്ക് പറ്റത്തില്ല കേട്ടോ മോനെ. 20 കീഴടങ്ങിയല്ലേ? എടോ എന്നാ ഒരു സ്റ്റാമിനയാടോ ഒരു ചെറുക്കിന്, കണ്ടോ? മോനെ വാസു, എന്തോ പറ്റിയോ? എടുക്കണോ? എടുത്തൊന്ന് ഈ നിക്കണേ. ഇങ്ങനെയാടോ എടുക്കുന്നേ ടീ സ്ലാഷ്? ഇതുകൊണ്ടല്ലേ ജോക്കി ഞാൻ കേറ്. വാസു ഞാൻ ആ കയാനി ഒന്ന് കണ്ടാലോടാ നമുക്ക് പോയി? അത് കാണാം കേട്ടോ. ഇന്നലെ അവനെ വെള്ളം അടിച്ചിട്ട് കണ്ടായിരുന്നു? ഇല്ല. പോന്ന വഴിക്ക് ഞാൻ ഒരു കുപ്പി ജവാൻ മേടിച്ചിട്ട് അവനെ കൂടെ സംസാരിപ്പിക്കാം. വാസു ഇങ്ങനെയാടാ താല്പര്യം ഉണ്ടോ? ഒരു പോന്ന വഴിക്ക് ഒരു കുപ്പി ജവാൻ എടുത്തിട്ട് നമ്മള് കയാനിയെ കാണാൻ പോന്നു. കുറച്ച് ജവാനകത്തോട്ട് അവന്റെ വായിന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ആ ചെറുക്കൻ മലയാളിയായിരുന്നു. താനല്ലിയോടോ പറഞ്ഞേതോ? ഇത് ഇന്നലെ അവന്റെ ഉള്ളിൽ 2 തുള്ളി മദ്യം കൊടുത്തപ്പോ ബാരലാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് അവൻ മലയാളിയാണ്. ഞാൻ താനില്ല ഇത് മേടിച്ചിട്ട് അൾജീരിയ മറ്റേത് നൈജീരിയ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആ ഇംഗ്ലീഷ് അത്ര കിടന്ന് സംസാരിച്ചത്. മദ്യം ചെന്ന് ജവാനകത്ത് ചെന്നപ്പോഴല്ലേ അവന്റെ തനി കുണം ഞാൻ കണ്ടത്. അവൻ പടയപ്പാന്ന് പറഞ്ഞ തുടങ്ങിയില്ലേ? എടോ ജോണി എന്ന് പറഞ്ഞ തുടങ്ങിയവൻ. എടോ ഇത് എന്തുവാടോ പീയല്ലാന്നോ? ഇടിച്ചു നിൽക്കുന്നടാ. അയ്യോ ആരാണ്ട് ഇടിച്ചു കളഞ്ഞു കേട്ടോ. ഹലോ വാസു ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ കെട്ടിക്കാൻ തീരുമാനിച്ചു. എന്നെയാ? ആ ഞാൻ പശുവല്ലോ എന്റെ പെട്ടെന്ന് കൊണ്ട് കെട്ടിയിടാൻ ജോക്കി. ഇതൊന്നും എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ ജോക്കി, എല്ലാത്തിനും ഒരു ലെവലുണ്ട്. അതായത് പെട്ടെന്ന് ഞാനിപ്പോ ജോക്കി എടുത്ത് പറയാം, പെട്ടെന്ന് നമ്മളെ അഡ്വാൻസ് ലെവലിലോട്ട് പിടിച്ചിട്ട് എങ്ങനെയാണ് അത് നടക്കൂല. എന്നാ പിന്നെ നിനക്ക് പ്രേമിക്കാൻ ഒരു മാസം, ഞാൻ ഗാങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ഒരു മാസം പ്രേമിച്ചോ ജോക്കി. ഇപ്പൊ കൂളായോണ്ട് പറയുവാണ്, എന്നാലും പറയുക, 5 പേരെ ഒരേ സമയത്ത് പ്രണയിച്ചപ്പോ പോലും ഗ്യാങ് ടോപ്പായിരുന്നു. അല്ല ഞാൻ പറയുവാ, നീ കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രേമേ അല്ല. ഞാൻ പറയാ അതിന് എനിക്ക് പ്രേമിക്കാനാണെങ്കിൽ ജോക്കി ഗ്യാങ്ങിന്റെ കാര്യത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ അതും നോക്കാം ഇതും നോക്കിക്കോളാം. പുതിയ റിക്രൂട്ട് എടുത്താ ഹലോ എന്റെ പൊന്ന് ജോക്കി, അത് ഗ്യാങ് റേഡിയോ എന്തൊരു മുടക്ക് മനുഷ്യൻ. മിസ്റ്റർ എക്സിന്റെ റേഡിയോ അല്ല കേറി ഇരുന്നിട്ട് നമ്മുടെ ഗ്യാങ് റേഡിയോയില് ഇരിക്കുന്നു. ഹലോ ലീഡറാണ് പോലും. പോയിട്ടോ ജോണി, ഞാൻ വിളിക്കാം. ഇതിനെ ഒന്ന് ഞാൻ അടിക്കട്ടെ. വാ ദൈവം എടോ കൊല്ലല്ലേടോ ചെറുക്കനെ. സൈമൺ ഉണ്ടോ? ഒരു മിനിറ്റ്. സൈമൺ ആരാ? സൈമൺ ഉണ്ടോ? ഹലോ ഞാനൊരു കാര്യം പറയട്ടെ, സൈമൺ ആരാന്നറിയാവോ? കണ്ണാപ്പിട വന്ന സൈമൺ എന്ന് പറഞ്ഞ ആരാ? പരിചയപ്പെട്ട് സംസാരിച്ചു നോക്കാം. പരിചയമുള്ള ഒരാളാണ് സൈമൺ.
ആളെ ഇപ്പൊ TDF-ന്റെ അവിടെ ഫ്രണ്ടിലാ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മായിയാ ഓ പറ ഹലോ എന്തുവാടാ? എന്തോടാ ഓക്കെ എന്നാ ഞാൻ ആളെ ഒന്ന് pick ചെയ്തിട്ട് ഓ ശരി 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 ശരി. എടാ വാറുണ്ടോന്ന് വെച്ചാ PVP ഹോൾഡ് ആണോ? സേഫ് സോണാ സേഫ് സോണാ. അത് കഴിഞ്ഞിട്ടല്ലേ വാറ് കളിക്കാൻ പറ്റത്തുള്ളൂ. മൂക്കള ചീറ്റുന്ന പിള്ളേര് ആരാ 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 എടുക്കാൻ പറ്റത്തില്ല. ആരെയാടാ ആരെ അടിച്ചേ? ആരടിച്ചെന്ന് പറ. അറിഞ്ഞൂടാ നീല ഡ്രസ് നീല ഡ്രസ് ആണെങ്കിൽ ലവ് സ്റ്റോറിയോ എന്തുവാ? ഉണ്ട് മറ്റേ ഇതുണ്ട് OG ഉണ്ട് ഓജിയില് മഞ്ഞ കളർ ഉണ്ട്. എടാ അബദ്ധത്തിൽ അങ്ങനെ അടിച്ച് വണ്ടി ഇടിച്ചായിരിക്കൂടാ. വണ്ടി ഇടിച്ചാൽ അടിച്ചു കൊന്നു. എന്തോ വലിയ സിറ്റുവേഷൻ എന്താ ഒന്നറിയണമല്ലോ. ബ്ലാക്കും ഒരു ഗ്യാങ് ആ TPA ഭയങ്കര സീനാണ് അതൊക്കെ. വലിയ പ്രശ്നമാണല്ലേ നമ്മൾ നോക്കി ചന്ദ്രൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഇത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ചയാവും. ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ കയറി അടിക്കാം. കൂടുതൽ അയലോടെ അടിച്ചാൽ അതുപോലും അടിക്കത്തില്ല. മനസ്സിലായോ? അണ്ണു ചന്ദ്രൻ പറ്റാണോ? ചന്ദ്രൻ വന്നിട്ട് ചന്ദ്രൻ അളിയനോട് വേണം. എന്നെ തൊട്ട് കഴിഞ്ഞാൽ അളിയൻ വേണം. ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ലേ. ഞാനിതൊക്കെ മറന്നു. വാസു മറ്റേ ഒരു പുള്ളി കാണാൻ വന്നേക്കുന്നടാ. എവിടെ പോയി അണ്ണൻ ഇവിടെ പണ്ടത്തെ ജോണി ഞാൻ നിർത്തിയടോ. അതെ ഞാൻ നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി ഒരാളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എടാ വാസു മറ്റേ പുള്ളി ഒന്ന് പരിചയപ്പെടുന്നു. മറ്റേ സൈമൺ വന്നിപ്പോ ഒന്ന് പരിചയപ്പെട്ടിട്ടെ രണ്ടുപേരും ഒന്ന് വരണേ. ഇവിടെ അതെ അവിടെ നിന്നാലും മതി. ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അങ്ങോട്ട്. എന്റെ മൂടേ പോയി. ഈ ആളാണ് ഒന്ന് സംസാരിക്കണേ. അതല്ല റോസ് അല്ല ഇത് ബ്ലാക്ക് ഷർട്ട് ഇവിടെ. ഇതാരാ നീലോ? ഹായ് സൈമൺ ബ്രോ. ഹലോ ഹലോ സംസാരിക്കത്തില്ലേ? ഹലോ വാ തുറന്ന് വല്ല സംസാരിക്കടോ. എന്തോ ഹലോ ആളെ മനസ്സിലായോ? ഒന്നുകൂടെ സംസാരിച്ചേ. എനിക്ക് മനസ്സിലായി സൈമണ്. സുമതിയുടെ ചേട്ടൻ സൈമൻ. സ്വാഭാവികം. എന്റെ ദൈവമേ അറിയത്തില്ല. അങ്ങനെയാണേ ഓക്കെ. അല്ല അവരെന്തോ എന്തോ ഒരു സാധനം കയ്യിലുണ്ട്. പക്ഷേ അതെന്തോടും വൃക്കയാണോ എന്താ എടുത്തത്? എന്തോ ഒരു സാധനം മാത്രം കയ്യിലുണ്ട്. എനിക്ക് ജപ്പാനില് പോക്കറ്റ് അടിയായിരുന്നു. അപ്പൊ പോലീസിന്റെ വെടികൊണ്ട് ഹൃദയത്തിന് പ്രശ്നം വന്നു. ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു. ഒരു വയസ്സായ സ്ത്രീയുടെ വെച്ചത്. സ്ത്രീ മരിച്ചില്ലെന്നാ പറയുന്നത്. മരിച്ചോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനൊന്നും വീണ്ടും കളിക്കുന്നെങ്കിലും പറയാം. ഹലോ പെണ്ണ പേരെന്താ? പേര് ആ പറമോളെ. ഒന്നുമില്ലടാ വിട്ടാ ഇവിടെ ഇങ്ങനെ ഒരു കയറി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നേ. ഹലോ നേരത്തെ വിളിച്ചല്ലേ അമ്മ വിളിച്ചല്ലേ? വയറിങ്ങി പാടില്ലെന്നേ ഉള്ളൂ. ഗണ്ണേമി പറ്റും.
എന്തോ മോളെ റബ്ബറിംഗ് കൂട്ട് അല്ല ഇതൊക്കെ ട്രെൻഡി അല്ലേ മോളെ ഇതൊക്കെ ഫാഷൻ അല്ലേ പുതിയ ട്രെൻഡി ഷൂ ആണ് നമ്മുടെ അമ്മയുടെ ശബ്ദം മോളെ ഇത് നെസയാണോ ഇത് മോളെ നിന്റെ ചേട്ടൻ അണ്ണു ഐഡിയ ഒക്കെ കാണിക്കുന്നേ പാർട്ടിക്കല്ലോ മോണോ ഇതെന്താടാ സൂപ്പർ ആയിട്ടുണ്ടോ നാണോ ഉണ്ടോടാ മറ്റേ സൂര്യബോസിന്റെ വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ കേക്കാൻ ഫുൾ മൈൻഡ്ഫുൾ ആണോ? പിന്നല്ലാതെ ഞാൻ വേറെ മൈൻഡ് എവിടെ പോകാൻ വേറെ എന്റെ ഈ സാനിയ ആരാ? സാനിയ അയ്യപ്പൻ മറ്റേ കളവാണിക്കാർ കൂന്തൽ കണ്ടപ്പോ കണ്ണൊന്നും ഉടക്കി അതിൽ അഭിനയിച്ച പെണ്ണ് കൂന്തല് കണ്ടപ്പോ ഉടക്കിയ സാനിയല്ല, സിറ്റിയിലെ സാനിയ. പിന്നല്ലാതെ വേറെ എനിക്ക് സാനിയ എന്ന് പറഞ്ഞ ഞാനൊരു കാര്യം പറയട്ടെ, കൊറേ നാളത്തെ ആഗ്രഹ സാനിയ കാണണോ? നിന്റെ കല്യാണം ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഹീറ്റിംഗ് പീരീഡ് വല്ലതാണോ? നിങ്ങളെ ഇത് ക്രോസ് ചെയ്യിപ്പിക്കാറായോ? എടാ അല്ലടാ, എനിക്കൊരു കല്യാണം കൂടാ ഒരു കൊതിടാ. എന്നാ പിന്നെ വേറെ ആടെങ്കിലും നടത്തട്ടെ. അത് വേറെ ആരെങ്കിലും നടത്തുന്നത്? ഇവിടെ ആണെ വയറ് നിറഞ്ഞതും അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ലാസ്റ്റ് ആയിട്ടായിരിക്കും നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നേ. ജോക്കി എനിക്കിപ്പൊ ഡയറക്റ്റ് കല്യാണം പറ്റൂല ജോക്കി. ഒരു കാര്യം പറയട്ടാ, പറ. നമ്മളെ ഗ്യാങ്ങില് പുതിയൊരു കലാകാരനെ കട്ടി, പാട്ടുകാരനെ. കഷ്ടം. നീ വിശ്വസിക്കില്ല.